എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ ചിങ്സ് പുലാവ് തയ്യാറാക്കിയാലോ? അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് സോയ ചിങ്സ് പുലാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് സോയ ചിങ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് സോയ ചിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാട്ടോ, വലുതോ അല്ലെങ്കിൽ ചെറുതോ ഏതാണെങ്കിലും. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സോയ ചിങ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കണ്ടില്ലേ, ഇതിലേക്ക് അത്യാവശ്യം കുറച്ച് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് അങ്ങനെ അളവൊന്നുമില്ല, ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റോളം സമയം ഇത് നമുക്ക് ഇതുപോലെ വെക്കാം. അപ്പോൾ അടച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പെട്ടെന്ന് സോക്കായിട്ട് വരും. പക്ഷെ ഓവറായിട്ട് സോക്കായിട്ട് അത് കുഴഞ്ഞു പോരുത്, ആ ഒരു രീതിയിൽ ഒരിക്കലും ആയിട്ട് വരരുത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൽ സോയ ചങ്ക്സ് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ അത് സോഫ്റ്റ് ആയിട്ട് തന്നെ മാറും. ഞാനിതിപ്പോൾ അടച്ച് വെക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് റൈസ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ബസ്മതി റൈസിനെ എടുത്തിരിക്കുന്നത് 250 ml കപ്പിൽ കേട്ടോ, കണ്ടില്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പച്ചരി ആണെങ്കിൽ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നത് തന്നെയുള്ളൂ. ഞാൻ അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 20 മിനിറ്റോളം സമയം നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കാം. സോക്ക് ചെയ്ത അരി പിന്നെ നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഒരു പുലാവിലേക്ക് ചേർത്ത് കൊടുക്കുക. പ്രത്യേകിച്ച് പ്രഷർ കുക്കർ പുലാവാണല്ലോ. ഇതിവിടെ സോക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. നമുക്ക് സോയ ചങ്ക്സ് റെഡി ആയെന്ന് നോക്കാം. കണ്ടില്ലേ, സോയ ചങ്ക്സ് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലുണ്ടായിരുന്ന ആ ചൂടുവെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. വെള്ളം മുഴുവനായിട്ട് കളഞ്ഞിട്ട് പിഴിഞ്ഞെടുക്കാട്ടെ. 2-3 പ്രാവശ്യം ഞാൻ വെള്ളം മാറ്റിയിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സോയ ചങ്ക്സിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറും. സോയ ചങ്ക്സ് പലരും ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ സോയ ചങ്ക്സ് മാരിനേറ്റ് ചെയ്തതിന് ശേഷമാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരില്ല കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്കിത് മുഴുവനായിട്ട് തന്നെ ഡ്രെയിൻ ചെയ്തെടുക്കുക. അതിപ്പോൾ സോയ ചിങ്സിൻ്റെ ഏത് റെസിപ്പീസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താലായിരിക്കും നന്നായിട്ട് തന്നെ വരിക. ഇപ്പോൾ കണ്ടില്ലേ, ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഇത് കുഴഞ്ഞ് പോയിട്ടോ പൊട്ടിപ്പോയിട്ടോ ഒന്നുമില്ല കേട്ടോ. അതായത് ഓവറായിട്ട് നിങ്ങൾ സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊടിയായിട്ട് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ തൈര് ഒഴിച്ചു കൊടുക്കുക. അധികം പുളിയില്ലാത്ത തിക്കായിട്ടുള്ള തൈര് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് ലൂസായിട്ടുള്ളത് ഒരിക്കലും ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിലും ഉപയോഗിക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സോയ ചങ്ക്സിൽ നമ്മളിപ്പോൾ ചേർത്ത ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. അതിനുശേഷം കുറച്ച് സമയം ഇത് നമുക്ക് മാറ്റി വയ്ക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്ന ഒരു സമയം തന്നെയാണ് ഞാനിത് മാറ്റി വയ്ക്കുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇതിലേക്ക് അത്യാവശ്യം എല്ലാം തന്നെ പിടിച്ച് വന്നിട്ടുണ്ടാവും. കാരണം സോയ ചങ്ക്സ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണല്ലോ ഇരിക്കണത്. ഇത് കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നേരത്തെയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മസാലകൾ ഇതിൽ നന്നായിട്ട് തന്നെ പിടിച്ച് വരും. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത പരിപാടികൾ നോക്കാം. ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക ആദ്യം തന്നെ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, എണ്ണ മാത്രമായാലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 ബേ ലീഫാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഒരു 4 ഗ്രാമ്പു, ഒരു മീഡിയം സൈസിലുള്ള കറുകപ്പട്ട, പിന്നെ ഒരു 3 ഏലക്കായ. അപ്പോൾ ഹോൾ സ്പൈസസിൻ്റെ അളവൊന്നും കൂടിപ്പോണ്ട കേട്ടോ. അപ്പോൾ ഈ നെയ്യും നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആദ്യം ബേ ലീഫ് ഒന്ന് മുറിച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള ഹോൾ സ്പൈസസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഗ്രാമ്പു ഇട്ട് കൊടുക്കുക, കറുകപ്പട്ട ചേർത്ത് കൊടുക്കുക നമുക്കിതിലേക്ക്, പിന്നെ ഏലക്കായ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു എണ്ണയിലേക്ക് ഹോൾ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ വരും. ഒരുപാട് സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് സമയം മതി. ഇനി ഇതിലേക്ക് നമുക്ക് സവോള മുറിച്ചത് ഇട്ട് കൊടുക്കുക. സവോള നല്ല കനം കുറച്ച് മുറിച്ചെടുക്കുക കേട്ടോ. ഞാനിവിടെ 2 വലിയ സവോളയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ മീഡിയം സൈസിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 എണ്ണമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 പച്ചമുളക് ഒന്ന് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പച്ചമുളകിൻ്റെ അളവൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ തന്നെ എടുക്കാം കേട്ടോ. ഇനി ഈ സവോള ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒരു അതായത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ആ ഒരു സമയത്താണ് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഒരു അളവിൽ വേണ്ട കേട്ടോ. 1/2 ടേബിൾ സ്പൂണൊക്കെ അളവിൽ തന്നെ മതിയാവും, കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കുമല്ലോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരട്ടെ, ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് തന്നെ മാറട്ടെ.
ഇപ്പോൾ കണ്ടില്ലേ ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിലും ഉപയോഗിക്കാവുന്നത് തന്നെയുള്ളൂ. ഇനി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ, അതായത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 2 നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കുക്കായിട്ട് മാഷ് ആയിട്ട് തന്നെ വരണേണ്ട. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കട്ടെ. പക്ഷേ വെയിറ്റ് ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ, അല്ലാതെ വെറുതെ ഒന്ന് അടച്ചു വെക്കുക തന്നെ ചെയ്യുന്നുള്ളൂ. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് തക്കാളി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. എണ്ണയൊക്കെ കണ്ടില്ലേ കറക്റ്റായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ മതി. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയാണെങ്കിൽ ഇത്രയ്ക്ക് ഒരളവിൽ വേണ്ട കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും മുറിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ, അല്ലെങ്കിൽ 1 പിടിയോളം മല്ലിയിലും അതുപോലെ 1 പിടിയോളം പുതിനയിലയും മുറിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിയിലും പുതിനയിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും നല്ല ഫ്ലേവേഴ്സൊക്കെ കറക്റ്റായിട്ട് വരിക. ഇനി കുറച്ച് സമയം ഇതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടില്ലേ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് സോയ ചങ്ക്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഉടഞ്ഞു പോരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കിച്ചൺ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ. സാധാരണ നമ്മൾ ചാറുകറികളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ആ ഒരു കറിയുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ കറി റെഡി ആയിട്ട് വരുമ്പോൾ ഇത് മാറ്റിയാൽ മതി. അപ്പോഴേക്കും ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കിച്ചൺ ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ കണ്ടില്ലേ ഇത് കറക്റ്റ് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് സമയം, ഒരു 5 മിനിറ്റോളം സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. തുറന്ന് നോക്കുമ്പോൾ ഇതിലേക്ക് മസാലകൾ അത്യാവശ്യം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച ആ ഒരു അരി ഇട്ട് കൊടുക്കുക, ഡ്രെയിൻ ചെയ്തതിന് ശേഷം. പിന്നെ ഇതിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരി എടുത്തപ്പോൾ അതിലേക്ക് 1.5 കപ്പ് അളവിലാണ് വെള്ളം ചേർക്കേണ്ടത്. അത് കറക്റ്റായിട്ട് തന്നെ വരും. പ്രത്യേകിച്ച് ഇത് നമ്മൾ പ്രഷർ കുക്കറിലാണല്ലോ തയ്യാറാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും റൈസ് കുക്കായിട്ട് വരുന്ന ആ ഒരു സമയത്ത് ഉപ്പ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിൽ പിടിച്ച് വന്നിട്ടുണ്ടാവുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് തിളച്ച് വരണം. പ്രത്യേകിച്ച് നമ്മൾ തിളച്ച് വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ തിളച്ച് വരാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലേ. കണ്ടില്ലേ കറക്റ്റായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വരണ വരെയാണ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. 1 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴേക്കും റൈസ് എല്ലാം കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. സോയ ചങ്ക്സും ആ ഒരു സമയം കൊണ്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ വെന്ത് വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെ. അപ്പോൾ പ്രഷർ കുക്കർ ബിരിയാണി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രഷർ കുക്കർ പുലാവ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പോൾ തണുത്ത് വരുമ്പോഴായിരിക്കും റൈസ് പെർഫെക്റ്റ് ആയിട്ട് വരിക. തുറന്നപ്പോൾ തന്നെ നമുക്കിത് റൈസ് കുഴഞ്ഞ പോലെ ആയിരിക്കും തോന്നുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയും. അപ്പോൾ അടിപൊളി റെസിപ്പി നമുക്ക് വേണ്ടി കാണാം.